ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഞാൻ ഓഫീസ് കഴിഞ്ഞ് വന്നിട്ട് എന്തൊക്കെ ചെയ്യും എന്നുള്ള കാര്യമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഓഫീസുള്ള ദിവസങ്ങളിൽ ഏകദേശം ഒരു 5:30-5:45 ആകുമ്പോൾ വീട്ടിലെത്തും. ഞാൻ ഓഫീസിൽ നിന്ന് എന്നും തന്നെ കുറച്ച് നേരത്തെയാണ് ഇറങ്ങല്. കാരണം ഒരുപാട് ലേറ്റ് ആകുമ്പോൾ ഭയങ്കര തിരക്ക് ബ്ലോക്കൊക്കെ ആയിരിക്കും. സോ കുറച്ച് നേരത്തെ ഇറങ്ങുന്നത് കൊണ്ട് ഫുൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാനത് വരുന്ന വഴി തന്നെ ചെയ്ത് തീർക്കും കേട്ടോ. കാരണം അതപ്പോൾ അങ്ങോട്ട് ചെയ്ത് തീർത്താൽ പിന്നെ നമ്മൾ അതിൻ്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ടല്ലോ. അപ്പം ഞാൻ വന്നപ്പോൾ തന്നെ ബാക്കിയുള്ള പെൻഡിങ് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യുകയാണേ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയി കുളിക്കും കേട്ടോ. കാരണം നമ്മൾ ഇത്രയധികം പൊടിയും വെയിലും ഒക്കെ അടിച്ച് വന്നതല്ലേ. അപ്പോൾ പിന്നെ നേരെ കുളിക്കാൻ കയറും. കുളി കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യലുള്ളൂ. പിന്നെ കുളി കഴിഞ്ഞിട്ട് ഞാൻ നേരെ നിസ്കരിക്കാൻ കയറും കേട്ടോ. ഞാൻ ലുഹർ ഓഫീസിൽ തന്നെ നിസ്കരിക്കും. അസർ നമ്മൾ വീട്ടിൽ വന്നിട്ടാണ് നിസ്കരിക്കൽ. നിസ്കാരമൊക്കെ കഴിഞ്ഞാണ് കേട്ടോ പിന്നെ ഞാൻ സ്കിൻ കെയറിലോട്ട് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ റോസ് വാട്ടറും ഒരു മോയ്സ്ചറൈസറും പിന്നെ ഒരു ലിപ് ബാമൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ബേസിക് സ്കിൻ കെയർ മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് വന്നിട്ട് എൻ്റെ ഒരു റോസ് വാട്ടറിൻ്റെയും ഗ്ലിസറിൻ്റെയും മിക്സാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് അടിപൊളിയാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഭയങ്കര എഫക്റ്റീവായിരിക്കും. എനിക്ക് ഭയങ്കര ഡ്രൈ സ്കിന്നായതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യണത്. പിന്നെ ഞാൻ റോസ് വാട്ടറിൻ്റെ ആണെങ്കിലും ഈ റോസ് വാട്ടർ ഗ്ലിസറിൻ മിക്സിൻ്റെ ആണെങ്കിലും ബോട്ടിൽസ് മാറ്റില്ല. അതിലേക്ക് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കലാണ്. ഹൈ, അപ്പോൾ എൻ്റെ പരിപാടികളൊക്കെ ഞാൻ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. നിസ്കാരമൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇവിടെ കറണ്ട് പോയി. ഇവിടെ പെട്ടെന്ന് കറണ്ട് പോയി. ചെറിയൊരു റീസൺ മതിയായിരിക്കും കറണ്ട് പോകാനും. അങ്ങനെ ഇപ്പോൾ കറണ്ട് പോയിക്കോണം. അതുകൊണ്ട് ഒരു രസമില്ല സത്യം പറഞ്ഞാൽ. ഇനി എനിക്ക് എന്തെങ്കിലും കഴിക്കണം, ഭയങ്കരമായിട്ട് വിശക്കുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ പേടിച്ച് ക്യാമറ ഓൺ ആക്കില്ല വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ രാവിലെ ഉണ്ടാക്കി വെച്ച സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കിച്ചൺ കാണിച്ചത്. ഓക്കെ, ഇതാണ് കേട്ടോ നമ്മുടെ കിച്ചൺ. വന്നിട്ട് എല്ലാം നല്ല വൃത്തിയായിട്ടാണ് ഞാൻ രാവിലെ എല്ലാം വൃത്തിയാക്കിയിട്ടാണ് ഓഫീസിൽ പോവുക. അങ്ങനെ പ്രത്യേകിച്ച് കാര്യപ്പെട്ട വൃത്തികേടുകളൊന്നും നമ്മുടെ കിച്ചണിൽ ഇപ്പം ഇല്ല. ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് പുട്ടാണേ. പുട്ട് കുറച്ച് ബാലൻസ് ഉണ്ട്. പിന്നെ കുറച്ച് ചോറുണ്ട്. പിന്നെ ഇത് മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത്. കാണുന്നുണ്ടാവില്ലായിരിക്കും. മുട്ടക്കറി കുറച്ച് ബാലൻസ് ഉണ്ട്. പിന്നെ ഇത് തോരൻ്റെ പാത്രമാണ് കേട്ടോ. ഇതെനിക്ക് വൈകുന്നേരം ചോറ് കഴിക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചേക്കണേയാണ്. കുറച്ചുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ചോറ് കഴിക്കുന്നത്. എനിക്ക് നല്ല വിശക്കുണ്ട്. ചോറ് അധികമൊന്നുമില്ല, കുറച്ചുള്ളൂ. അപ്പം നമുക്കിനി ചോറ് കഴിക്കാൻ നോക്കാം. നമുക്ക് ഈ സെയിം പാത്രത്തിലോട്ട് തന്നെ ഇടാം കേട്ടോ. ഇന്ന് കുറച്ച് അധികം ഉണ്ട്. ഇത്രയുണ്ട് ചോറ്. കാണുന്നില്ല അല്ലേ? ഇത് കറണ്ടില്ല. ഭയങ്കര പ്രശ്നമാണ് കറണ്ടില്ലാത്തത്. ഓക്കെ, നമുക്കിനി ഇതിലോട്ട് തന്നെ ഇടാം. ഉള്ള ചോറ് തീർത്ത് വയ്ക്കും. പിന്നെ രാത്രി ആരും ഇനി ചോറൊന്നും കഴിക്കില്ല. അജുക്ക് വന്നാലും ചോറ് കഴിക്കില്ല. ചോറ് കഴിച്ചാൽ പിന്നെ അജുക്ക് കിടക്കാൻ കുറേ ലേറ്റാവും. അപ്പോൾ ഞാൻ പിന്നെ ചോറ് വയ്ക്കലില്ല. എന്തെങ്കിലും ഇപ്പോൾ ഇനി പുട്ടുണ്ട്, അതുപോലെ ഇനി ദോശ വേണമെങ്കിൽ ദോശ ഇടാം. അങ്ങനത്തെ ഒരു പ്ലാനിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് മൊത്തം എടുക്കട്ടെ. പിന്നെ കുറച്ച് മുട്ടക്കറി ഉണ്ട്. കറി മാത്രമേ ഉള്ളൂ, ഗ്രേവി മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഞാൻ രാവിലെ തന്നെ തീർത്ത്. അത് കുറച്ച് ഒഴിക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ മോരുകറി ഉണ്ട് കേട്ടോ. അതും എടുക്കാം കുറച്ച്. ഫ്രിഡ്ജിലത് കുറച്ച് മോരുകറി ഉണ്ട്. ഇതൊക്കെ കൂട്ടിയിട്ട് നമുക്കൊരു പിടി പിടിക്കാം. വിശക്കുണ്ട്, നല്ല വിശക്കുണ്ട്. ഇന്നത്തെ നമ്മുടെ ഓഫീസിൽ നിന്ന് കഴിച്ചിട്ടൊക്കെ വന്നത്. അങ്ങനെയല്ല, ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ടാട്ടോ വന്നത്. പക്ഷേ വീണ്ടും നന്നായി വിശക്കുന്നുണ്ട്. ഇവിടെ പിന്നെ കറണ്ടും ഇല്ലേ. എന്തൊരു കഷ്ടം നോക്ക്. കറണ്ട് വരാനിപ്പോൾ എന്താ ചെയ്യുക? ഇതാണ് കേട്ടോ എൻ്റെ രാത്രിയിലത്തെ ഫുഡ്, വൈകുന്നേരത്തെ ഫുഡൊക്കെ കൂടിയിട്ടുള്ളത്. ഇനി പിന്നെ ഞാൻ രാത്രിയൊന്നും വേറെ കഴിക്കലില്ല. ഞാൻ പിന്നെ എല്ലാ ദിവസവും ഇതുപോലെ ലെഫ്റ്റ് ഓവറായി വരുന്ന കറികൾ ചോറൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് കഴിക്കല്. സത്യം പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ഒന്നാമത് വിശന്നിരിക്കുമല്ലോ, അപ്പോൾ ഭയങ്കര ടേസ്റ്റ് തോന്നുവേ. അപ്പോഴേക്കും മഗ്‌രിബിന് സമയമൊക്കെ ആയിട്ടോ. പിന്നെ ഞാൻ നിസ്കരിക്കാനുള്ളത് നിസ്കരിച്ച് പിന്നെ ഓതാനുള്ളത് ഓതി അങ്ങനെ ഇരിക്കുവേ. അത് കഴിഞ്ഞ് അപ്പോൾ അതിന് മുന്നേ നമുക്ക് സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എഡിറ്റ് ചെയ്യുക. പിന്നെ നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ വീണ്ടും കുറേയൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ എഡിറ്റ് ചെയ്യും. പിന്നെ നമുക്ക് രാത്രി അധികം പണികളൊന്നുമില്ല. കുക്ക് ചെയ്യാനാണെങ്കിലും അധികമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ മെയിനായിട്ട് എഡിറ്റിങ്ങിൽ തന്നെയാണ് നോക്കിയിരിക്കുന്നത്. പിന്നെ അജുക്ക് വരുന്ന സമയമാകുമ്പോഴത്തേനും നമുക്ക് എന്തെങ്കിലും ചൂടാക്കാനുണ്ടെങ്കിൽ ചൂടാക്കിയാൽ മതി കേട്ടോ. നമുക്ക് കിച്ചണിൽ കയറിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം. ഇത് ഞാൻ വൈകുന്നേരം കഴിച്ച ഫുഡിൻ്റെ പാത്രങ്ങളാണ് കേട്ടോ. രാവിലെ എല്ലാം കഴുകി വെച്ചിട്ട് പോയതാണ്. ബാക്കി ഇപ്പോൾ വൈകുന്നേരം ഞാൻ ഫുഡൊക്കെ കഴിച്ചില്ല. അതിൻ്റെ ബാലൻസ് പാത്രങ്ങൾ കഴുകാൻ കിടക്കുന്നതാണ്. കറണ്ട് കുറച്ച് നേരം മുന്നെയാണ് വന്നിട്ടുള്ളൂ. പിന്നെ നമുക്ക് പുട്ട് നമുക്ക് അജുക്ക് വരുമ്പോഴത്തേനും
ഏതെങ്കിലും ഒരു രീതിയിലാക്കി വയ്ക്കാം. പിന്നെ മുട്ടക്കറിയുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ദോശ ചുട്ടെടുക്കാം. അതാണ് ഇന്ന് രാത്രി വിചാരിക്കണത്. അപ്പോൾ നമുക്ക് മുട്ടക്കറി മുട്ടക്കറിയിൽ മുട്ടയൊന്നും ഇല്ല, ബാക്കി ഗ്രേവി മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് പുട്ടും ഇതും വെച്ചിട്ടൊരു മിക്സ് പോലെ ഉണ്ടാക്കാം. പുട്ട് മിക്സ്, നമ്മൾ ചിക്കൻ മിക്സ് ഒക്കെ ഇല്ല അതേപോലത്തെ ഒരു രീതിയിലാക്കിയെടുക്കാം. രസം ഉണ്ടാവും കേട്ടോ, ഉണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാവേ. നമുക്ക് കുറച്ച് കറിയായിട്ടുള്ളൂ, കുറച്ച് ഗ്രേവി. അപ്പം നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കാം. ഫസ്റ്റ് ഗ്യാസ് ഓഫായിരുന്നു. നമുക്കിനി ഇന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്കൊരു മുട്ട കൂടി കുത്തിയൊഴിക്കാം. രസം ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കി. ഇങ്ങനെയൊക്കെയല്ലോ ഓരോ പരീക്ഷണങ്ങൾ ഉണ്ടാക്കുക അല്ലേ. ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും ഒന്ന് ചൂടാവട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് മുട്ട കുത്തി ഒഴിക്കാം. അപ്പം ഞാൻ ഈ കറി ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞ ശേഷം നമുക്ക് അതിലേക്കൊരു മുട്ട കുത്തി ഒഴിക്കാം കേട്ടോ. രസം ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. രസം ഉണ്ടാകും, അല്ലാണ്ട് ഇപ്പോൾ എവിടെ പോകാനാണ്. നമ്മൾ മറ്റേ പുട്ട് മിക്സൊക്കെ കഴിച്ചിട്ടില്ലേ, ചിക്കനൊക്കെ വെച്ചിട്ട്. നമുക്ക് ചിക്കനില്ല, മുട്ടയെന്നുള്ളൂ. രസം ഉണ്ടാവും. അപ്പോൾ അധികം തിളച്ച് വരുന്നുണ്ട്. നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാവേ. നന്നായി ഒന്ന് എന്താ പറയുക, സ്ക്രാമ്പിൾ നമ്മൾ മുട്ട ബുർജിയൊക്കെ ഉണ്ടാക്കൂലേ, അതേപോലെ ആക്കി എടുക്കാം കേട്ടോ. ഒന്ന് വെന്ത് വരട്ടെ. തീ കുറച്ചിട്ടോ, കുഴപ്പമൊന്നുമില്ല. നമുക്കിനി അതിലേക്ക് ഉള്ള പുട്ട് തട്ടാട്ടോ. ഈ പെട്ടെന്ന് വരാത്തെ. നമ്മുടെ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പുട്ട് മിക്സ് റെഡിയാക്കി കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ച് ഗ്രേവിയുടെ കുറവുണ്ടായിരുന്നു കേട്ടോ, കാരണം മസാല കുറവുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഗ്രേവി കുറവല്ലായിരുന്നോ. അപ്പോൾ പിന്നെ ഉള്ളതുപോലെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നാളത്തേക്കുള്ള പച്ചക്കറികളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. നാളെ ഞാൻ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് പാവയ്ക്ക തോരനും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് എന്താണ് ഉപ്പുമാവാണ് കേട്ടോ. ഉപ്പുമാവിന് വേറെ പച്ചക്കറികളൊന്നുമില്ല, ആകപ്പാടെ ക്യാരറ്റ് മാത്രമേ ഉള്ളൂ. കാരണം വെള്ളിയാഴ്ച ആകാറായില്ല. അപ്പം നമ്മുടെ ഈ ഒരു ആഴ്ചത്തേക്കുള്ള ഗ്രോസറികളൊക്കെ ഏകദേശം തീർന്നു. പിന്നെ മാത്രമല്ല കഴിഞ്ഞ ഞായറാഴ്ച ഞാനും അജുക്കായ ഐഡിയ ഉണ്ടാക്കിയതുകൊണ്ട് അജുക്കായാണ് പോയി പച്ചക്കറികൾ വാങ്ങിയത്. അപ്പോൾ പുള്ളിക്ക് ഒരു ഐഡിയ ഇല്ല. പുള്ളിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പച്ചക്കറികൾ, കുറച്ച് സാധനങ്ങൾ അങ്ങനത്തെ രീതിയിലാണ് വാങ്ങിച്ചിട്ട് വന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ആഴ്ച മൊത്തം ഒരു തട്ടിക്കൂട്ട് ആ ഒരു രീതിയിലായിരുന്നു. എന്തൊക്കെ സാധനമുള്ളത് അതിനനുസരിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തത്. അപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനം വെച്ചിട്ടാണ് ഞാൻ നാളത്തേക്കുള്ള കാര്യങ്ങൾ, നാളത്തെ മെനു പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാനുള്ള ക്യാരറ്റ് നന്നായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ പിന്നെ പരിപ്പ് കറി കൂടി നാളെ വയ്ക്കാൻ വിചാരിക്കുന്നുണ്ട്. അത് നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാക്കാം, അങ്ങനത്തെ ഒരു പ്ലാനിലാണ് കേട്ടോ. അങ്ങനെ എല്ലാ പച്ചക്കറികളും സെപ്പറേറ്റ് ചെയ്ത് ഓരോ രീതിയിൽ വെച്ച് ഓരോ പാത്രങ്ങളിലാക്കി വെക്കണ്ടേ. പിന്നെ ഞാൻ പാവയ്ക്ക് സാധാരണയായിട്ട് ചോപ്പറിലാണ് കട്ട് ചെയ്യുക. പക്ഷെ നമ്മുടെ ചോപ്പർ ഒരു പണി മുടക്കി കിടക്കുവാണ്. സോ ഞാനിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ കട്ട് ചെയ്യുന്നതിലും ടേസ്റ്റ് എനിക്ക് മറ്റേ ചോപ്പർ കട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ. അത് പിന്നെ പണിയും ഭയങ്കര എളുപ്പമാണ്. അങ്ങനെ നമ്മുടെ നാളത്തേക്കുള്ള കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേനും അജുക്ക വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അജുക്കക്കുള്ള ഫുഡ് കൊടുക്കലാണ്. അപ്പോൾ മെയിനായിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് രാത്രി നമ്മുടെ പുട്ട് മിക്സാണ്. ഞാനെന്നും രാവിലെയാണ് ഫുഡ് കാര്യങ്ങളൊക്കെ ഒരു ദിവസത്തേക്കുള്ളത് ഉണ്ടാക്കുക. രാത്രി വന്നിട്ട് അധികം ഉണ്ടാക്കാനൊന്നും നിൽക്കില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ ഉണ്ടാക്കുവാണെങ്കിൽ എനിക്ക് വൈകുന്നേരം ഇതേപോലെ എന്തെങ്കിലും രീതിയിലൊരു ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ അതേപോലെ തന്നെ കഴിക്കാനോ അങ്ങനെയൊക്കെ പറ്റുമല്ലോ. പിന്നെ ഒരു നേരം മാത്രമാണ് ചോറും ആണെങ്കിലും കഴിക്കലുള്ളൂ. ഉച്ചക്കത്തേക്ക് മാത്രമാണ് ചോറും കറികളൊക്കെ നമ്മൾ ഉണ്ടാക്കലുള്ളൂ. വൈകുന്നേരം ഇതേപോലെ എന്തെങ്കിലും, മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ദോശ ഇഡ്ഡലി അങ്ങനെ വല്ല ആയിരിക്കും കേട്ടോ. ഞാൻ പുട്ട് മിക്സ് കൊടുത്തു, പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ പുള്ളിക്ക് നല്ല വിശക്കുണ്ടായിരുന്നു അത്രേ. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു ഒന്ന് 2 ദോശ കൂടി കൊടുക്കാം, പിന്നെ ഒരു മുട്ട ഒരു ഓംലെറ്റ് കൂടി ഉണ്ടാക്കി കൊടുക്കാം വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും 2 ദോശ കൂടി ചൂടുവാണ് കേട്ടോ.
സത്യം പറഞ്ഞാൽ ഇതേപോലെ ബാറ്ററൊക്കെ നമ്മുടെ ഫ്രിഡ്ജിൽ എപ്പോഴും സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഈ സമയത്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി കഴിക്കാമല്ലോ. ഒന്നും ഇല്ല, നമ്മുടെ കയ്യിലൊരു സാധനം ഇല്ലെങ്കിൽ ഒന്നീന്ന് തൊട്ട് ഉണ്ടാക്കണം എന്നൊരു സിറ്റുവേഷൻ അല്ലല്ലോ. നമുക്കിപ്പോൾ ഭയങ്കര വിശക്കുവാണെങ്കിൽ ദോശ ഒരു മുട്ട കഴിച്ചാൽ നമ്മുടെ ഒരു നേരത്തെ മീലാവും. ഐ മീൻ ഞങ്ങൾക്ക് അങ്ങനെയാണ്. എനിക്ക് എല്ലാവർക്കും അത് അക്സെപ്റ്റബിൾ ആവണമെന്ന് എനിക്കറിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുകയാണ് കേട്ടോ. രാവിലെ ഓൾറെഡി ഞാൻ പോകുന്നതിന് മുന്നേ എല്ലാ പാത്രങ്ങളും കഴുകി റെഡിയാക്കി വെച്ചതാണ്. പിന്നെ ഇതിപ്പോൾ നമ്മുടെ വൈകുന്നേരം വന്നിട്ടുള്ള പാത്രങ്ങൾ, കുക്ക് ചെയ്ത പാത്രങ്ങളൊന്നും എല്ലാം തീർന്നിട്ട് ബാക്കിയുള്ള പാത്രങ്ങളാണ്. അങ്ങനെ നമ്മുടെ എല്ലാ പണിയും കഴുകൽ കഴിഞ്ഞ എല്ലാ പണിയും ഓൾമോസ്റ്റ് കഴിഞ്ഞ പോലെയാണ്. അങ്ങനെ നമ്മുടെ കിച്ചണും ക്ലീനാക്കി. കാരണം ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നാളെ രാവിലെ കൂടുതൽ പണി വിടും. പിന്നെ എനിക്കിനി പണി എന്താണെന്ന് വെച്ചാൽ പല്ലേക്കുക, നിസ്കരിക്കുക, കിടന്നുറങ്ങുക, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നാളത്തെ ഡ്രസ്സ് കൂടി എടുത്ത് വെക്കണമായിരുന്നു, പക്ഷെ നമ്മളെ കറണ്ട് ചതിച്ചു. ഇതൊന്നും ബാക്കിയുള്ള വീഡിയോസൊന്നും എടുക്കാൻ എന്നെ കറണ്ട് അനുവദിച്ചില്ല. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ.